ചിങ്ങക്കുറുകാർക്ക് ഇപ്പോൾ അഷ്ടമശനി കാലമാണ്. അതുകൊണ്ട് തന്നെ അഷ്ടമശനി മൂലം എന്തൊക്കെ ദോഷഫലങ്ങൾ ഈ വർഷം ഉണ്ടാകുമെന്നും രാഹുകേതുക്കൾ വിവാഹാദി മംഗളകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുമോ എന്നും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം നൽകുന്ന ഭാഗ്യം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി നോക്കാം. 8ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും തടസ്സവും താമസവും ഉണ്ടാകും. ശനിയുടെ സഞ്ചാരം മൂലമുണ്ടാകുന്ന ഇതുപോലെയുള്ള ദോഷഫലങ്ങൾക്കിടയിലും ആശ്വാസം നൽകുന്നത് വ്യാഴത്തിന്റെ സഞ്ചാരമാണ്. ജൂൺ 1 വരെ ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകുമെന്ന് മാത്രമല്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നടക്കും, സാമ്പത്തിക നേട്ടമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ രാശിയിൽ കേതുവും 7ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നതുകൊണ്ട് 2026 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 100 ആവർത്തി ആലോചിക്കേണ്ടതാണ്. ജൂൺ 2 വ്യാഴം കർക്കിടകത്തിലേക്ക് മാറിയതിനു ശേഷം ചെലവുകൾ കുതിച്ചുയരുമെങ്കിലും അത് വീട് പണി, വാഹനം വാങ്ങൽ തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2026 സുവർണാവസരമെന്നും കഠിന പരീക്ഷണമെന്നും രണ്ടായിത്തിരിക്കാം. കാരണം അഷ്ടമശനി പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 11ാം ഭാവ വ്യാഴം നിങ്ങളെ ഉന്നത വിജയത്തിലേക്ക് നയിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അഷ്ടമശനി കാലം ഒരു വെല്ലുവിളി തന്നെയാണ്. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാൻ താമസമുണ്ടാകും. അതേസമയം ജൂൺ 1 വരെ 11ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ശമ്പള വർധനവോ ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെ കൃത്യമായി പ്ലാനിംഗ് 2026 ആവശ്യമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനം വരും. അതിനെ സൂക്ഷിച്ചു വെച്ചാൽ ജൂൺ 2 ശേഷം 12ലെ വ്യാഴവും അഷ്ടമശനിയും കൂടി വരുത്തുന്ന ചെലവുകളെ നേരിടാൻ സാധിക്കും. ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ വലിയ തുക ഇറക്കരുത്. കുടുംബജീവിതത്തിൽ 7ലെ രാഹു പ്രശ്നങ്ങളുണ്ടാക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവ വരാം. പുറത്തുനിന്നുള്ള ആളുകളെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കരുത്. പ്രണയിക്കുന്നവർക്ക് ചതികൾ പറ്റാൻ സാധ്യതയുണ്ട്. അതിനാൽ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അഷ്ടമശനി ആയതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ മരുന്ന് മുടങ്ങാതെ കഴിക്കുക. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ അഷ്ടമശനി കാലത്തെ അതിജീവിക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.